മുത്തുമണീസ് രാവിലെ ഇറങ്ങിയതാണ്. ബാങ്കിൽ പോകണമായിരുന്നു, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഉച്ചയായി കേട്ടോ. പൊന്നൂസിനെ മോനൂട്ടനെയും എക്സാം ഒക്കെ കഴിഞ്ഞ് ദേ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു. എൻ്റെ പൊന്നെ, ഇനിയുള്ള യുദ്ധം വീട്ടിലാണ്. പോകുന്ന വഴി പൊന്നൂസിനും മോനൂട്ടനും ഭയങ്കര വിശപ്പ്. അത്താ നമുക്ക് ഷാർജ ഓടിക്കാതെ. മോനുകുട്ടന് പനി വന്നതിന് ശേഷം തണുത്ത സാധനങ്ങളൊന്നും അണ്ണം വാങ്ങാറില്ല. എന്തിന് ഫ്രിഡ്ജിൽ ഇച്ചിരി തണുത്ത വെള്ളം വെക്കാൻ പോലും അണ്ണം സമ്മതിക്കൂല. എന്നിട്ട് ഇതേ പൊന്നൂസിന് ഒരു കിളിക്കൂടും മോനുകുട്ടന് ഒരു പപ്സും വാങ്ങിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും ഷാർജ, അണ്ണന് ചായ. അണ്ണന് ചെറിയൊരു ചുമ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓടിപ്പറിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് പെട്ടെന്നൊരു വിരുന്നുകാരെ കൂടെ അമ്മായി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓർക്കാപ്പുറത്ത് ആരെങ്കിലും വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സങ്കടമാണ്. പെട്ടെന്ന് നമുക്ക് എടുത്ത് കൊടുക്കാനൊന്നും കാണൂല. അങ്ങനെ ഞാൻ വേഗം ചായ ഇട്ടു. കുറച്ച് ബേക്കറി സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി എടുത്ത് പ്ലേറ്റിലിട്ടു. അമ്മ ഓമയ്ക്കായും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അണ്ണൻ ആ സമയം അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വന്നപ്പോൾ സമയം 3 മണിയായിട്ടോ. ഞാൻ ടാങ്ക് കലക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വേണ്ട മോളെ, ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ എന്താ ഈ ഉച്ച സമയത്ത്